ടാപ്സ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. കട്ട കെട്ടാതെ നല്ല സോഫ്റ്റായിട്ട് റവ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. 1.5 ഗ്ലാസ് റവയാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുവാൻ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഈ റവ നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. റവ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. സവോള, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞു വെച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു അരമുറി തേങ്ങ കൂടി ചിരകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ചേരുവകൾ കൂടി മറക്കാതെ എടുത്തു വെക്കണം കേട്ടോ. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടാകുമ്പോൾ കടുക്, വറ്റൽമുളക്, കടലപ്പരിപ്പ്, കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക. നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ കറിവേപ്പില ചേർക്കുന്നില്ല. ഇവയൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, സവോള, പച്ചമുളക് എന്നിവ കൂടി ചേർത്ത് വഴറ്റുക. ചെറുതീയിൽ ഇതൊന്ന് മൂപ്പിക്കാനിട്ട ശേഷം നമുക്ക് റവയൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ആദ്യം ഈ റവയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ റവ നന്നായി നനച്ചെടുക്കുക. ഒന്നര ഗ്ലാസ് റവയ്ക്ക് 3/4 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തത്. റവ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായി കഴിഞ്ഞാൽ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ റവ മിക്സിയുടെ പൾസ് മൂവ്മെൻറ്റിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഉപ്പുമാവിനുള്ള റവ റെഡിയായിട്ടുണ്ട്. ഉപ്പുമാവിനുള്ള ഇഞ്ചിയും സവോളയും പച്ചമുളകും ഒക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് ഒന്നിളക്കി കൊടുക്കാം. ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്, ക്യാഷ്യൂസ്, ഉണക്കമുന്തിരി ഒക്കെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള റവയുടെ മിക്സ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവ് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് നിങ്ങൾക്കൊരല്പം വെള്ളം തളിച്ചു കൊടുക്കാം. അന്നേരം കുറച്ചും കൂടി നല്ല രീതിയിൽ ഈ റവ സോഫ്റ്റായി വരുന്നതാണ്. റവ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം. നമ്മുടെ റവ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുത്ത ശേഷം ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇനി റവ ഉപ്പുമാവ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും നന്ദി.